ഫിസിക്സിൻ്റെ ലാബ് എക്സാം സമയത്ത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ലാബിൽ നടക്കാൻ പോകുന്ന വിവിധ കാര്യങ്ങളുടെ ഒരു സ്ക്രിപ്റ്റാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് സ്കൂളിൽ നിന്നാണ്. പരീക്ഷയ്ക്ക് അനുവദിക്കുന്ന സമയം 3 മണിക്കൂറാണ്. ടൈം ടേബിൾ പ്രകാരം റെക്കോർഡ് അഥവാ പ്രാക്ടിക്കൽ ലോഗ് ബുക്ക്, ഹാൾ ടിക്കറ്റ് തുടങ്ങിയവയുമായി എല്ലാവരും കൃത്യസമയത്ത് എത്തണം. റെക്കോർഡിൻ്റെ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതാനുള്ള സ്ഥലമുണ്ടാകും. അവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ മുൻകൂട്ടി എഴുതി വെക്കണം. റെക്കോർഡിൻ്റെ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വെച്ച ശേഷം പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. റെക്കോർഡ് ബുക്ക് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ പരീക്ഷ നടത്താൻ വേണ്ടി 2 എക്സാമിനർമാർ അവിടെ ഉണ്ടാവും. ഒന്ന് എക്സ്റ്റേണൽ എക്സാമിനർ, മറ്റേതെങ്കിലും സ്കൂളിലെ ഒരു അധ്യാപകനായിരിക്കും പരീക്ഷ നടത്താൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നതാണ്. രണ്ടാമത് നിങ്ങളുടെ തന്നെ ടീച്ചറായിരിക്കും, അതായത് ഇൻറ്റേർണൽ എക്സാമിനർ. ലാബിൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുക്കാം. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ലഭിച്ചേക്കാം. നിങ്ങൾക്ക് തരുന്ന ചോദ്യപേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അത് പേന കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അതിലൊരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇയറിൽ നിന്നുള്ളതായിരിക്കും, അതായത് പാർട്ട് എ എന്നാണ് അതിന് പറയുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ഇയറിൽ നിന്നുള്ളതായിരിക്കും, പാർട്ട് ബി. ഉത്തരം എഴുതാൻ തിയറി എക്സാമിന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അതേ ആൻസർ ഷീറ്റ് തന്നെ നൽകുന്നതാണ്. അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും മറ്റു കാര്യങ്ങളും കൃത്യമായി ഫിൽ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് തന്നിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ആൻസർ ഷീറ്റിലേക്ക് നിങ്ങൾ പകർത്തി എഴുതണം. എന്നിട്ട് അതിൻ്റെ പ്രിൻസിപ്പിൾ എഴുതുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രിൻസിപ്പിൾ നിങ്ങൾ വിശദീകരിച്ച് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ പലതിനും ഫോർമുലയുണ്ടാകും, അത് നിങ്ങൾ എഴുതണം. ഫോർമുലയിലെ ഓരോ ടേമും വിശദീകരിച്ച് എഴുതുന്നതും നല്ലതാണ്. അതുപോലെ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഡയഗ്രാം എന്നിവ ആവശ്യമുള്ള എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ അതും നിങ്ങൾ നൽകണം. കൂടാതെ ഹോംസ് ലോ, മീറ്റർ ബിറ്റ് തുടങ്ങിയ ഇലക്ട്രിസിറ്റി എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം നിർബന്ധമാണ്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫിൻ്റെ ഒരു മോഡൽ പ്രിൻസിപ്പിളിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. പ്രിൻസിപ്പിൾ കൃത്യമായി എഴുതിയ ശേഷം എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻ എഴുതി ചേർക്കാനുള്ള കോളം അഥവാ ടേബിൾ നിങ്ങൾ വരയ്ക്കേണ്ടതാണ്. എന്നിട്ട് അതിൻ്റെ താഴെ കാൽക്കുലേഷനും റിസൾട്ടും എഴുതാനുള്ള ഏകദേശ സ്ഥലം ഒഴിവാക്കിയ ശേഷം നിങ്ങൾക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ ആൻസർ ഷീറ്റിലേക്ക് പകർത്തി എഴുതുക. അതിൻ്റെ ശേഷം അതിൻ്റെ പ്രിൻസിപ്പിളും ഒബ്സർവേഷൻ എഴുതാനുള്ള കോളവും വരയ്ക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുശേഷം എക്സാമിനറുടെ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ചെയ്തു തുടങ്ങാവുന്നതാണ്. നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പല റീഡിങ്ങും എക്സാമിനർ പരിശോധിക്കുന്നതായിരിക്കും. എല്ലാ റീഡിങ്ങും പരിശോധിച്ചു കൊള്ളണമെന്നില്ല. 1-2 റീഡിംഗ് എന്തായാലും പരിശോധിക്കുന്നതാണ്. എല്ലാ റീഡിങ്ങും കൃത്യമായി ഒബ്സർവേഷൻ കോളത്തിൽ എഴുതിയ ശേഷം കൃത്യമായി കാൽക്കുലേഷൻ നടത്തുക. കാൽക്കുലേഷൻ നടത്തുമ്പോൾ എല്ലാ സ്റ്റെപ്പുകളും വ്യക്തമായിട്ട് എഴുതണം. കൃത്യമായി ഫോർമുല എഴുതി അതിലേക്ക് ഡാറ്റ ചേർത്ത് ഫൈനൽ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. കാൽക്കുലേഷൻ പൂർത്തിയായാൽ നിങ്ങൾ റിസൾട്ടാണ് എഴുതേണ്ടത്. റിസൾട്ട് എഴുതുന്നത് SI യൂണിറ്റിലായിരിക്കണം. നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട് എക്സാമിനർ 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നതാണ്. അതാണ് വൈവ ക്വസ്റ്റ്യൻ. 2 എക്സ്പെരിമെൻറ്റിനും കൂടി വൈവയ്ക്ക് 2 മാർക്കാണുള്ളത്. ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് തുടങ്ങാവുന്നതാണ്. ആകെ 3 മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് അനുവദിക്കുക. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഓരോ എക്സ്പെരിമെൻറ്റും പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. 2 എക്സ്പെരിമെൻറ്റിൻ്റെയും എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ ശേഷം ആൻസർ ഷീറ്റ് എക്സാമിനർക്ക് കൈമാറുക. പ്രാക്ടിക്കലിന് വരുന്ന ടോട്ടൽ സ്കോർ 40 ആണ്. ഒരു എക്സ്പെരിമെൻറ്റിന് 18 ആണ് സ്കോർ. അപ്പോൾ 2 എക്സ്പെരിമെൻറ്റിന് 36. ബാക്കി വരുന്ന 4 നിങ്ങളുടെ റെക്കോർഡിനുള്ള മാർക്കാണ്. സ്കോറിൻ്റെ സ്പ്ലിറ്റപ്പ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് ഞാൻ താഴെ ലിങ്കായി നൽകാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ഇതുപോലെ കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മാത്സിൻ്റെയും ഒക്കെ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഏകദേശ രൂപം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും 40-ൽ 40 തന്നെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.